ഞാൻ പാസ്റ്റർ കേട്ടോ. പറഞ്ഞോ പാസ്റ്റർ. അടുത്ത മാസം നമ്മുടെ സഭയിൽ വെച്ച് റീജിയന്റെ ഇലക്ഷൻ നടക്കുമല്ലേ, അപ്പൊ അതിന് കസേര പിടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് തോമച്ചാനെ സംഘത്തെ ആവശ്യമുണ്ട്. അതിന് കുറെ പൈസ എടുക്കണ്ട പാസ്റ്റർ. പൈസ നമുക്കൊരു 19 രൂപ വേണ്ടി വരും എന്തായാലും. 50? അത് കൂടുതലല്ലേ? അത് എത്രയായാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ ഷെയർ കിട്ടിയാൽ അതെന്തായാലും നോക്കാം. 50 അല്ലേ പറഞ്ഞേക്കുന്നത്? ഓക്കെ. അപ്പൊ ഞാൻ ആരാധനയ്ക്ക് കേട്ടോ, ആരാധന കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം അങ്ങോട്ട്. ശരിയാണ്. ഓക്കെ. പ്രാർത്ഥന തുടങ്ങാറായി. വിശേഷം? എന്റെ ഡ്രസ്സ് കണ്ടോ? കഴിഞ്ഞ ആഴ്ച ദുബായിൽ വന്നപ്പോ കൊണ്ടുവന്ന ആണോ? രാവിലെ തന്നെ മുട്ടിന് എന്തൊരു വേദന. ഈ പാസ്റ്റർക്ക് വേറെ പണിയൊന്നുമില്ല, രാവിലെ തന്നെ പ്രാർത്ഥന വയ്ക്കാൻ. സാറാ ഈ സമയത്ത് ഫോൺ വിളിക്കുന്നേ? ഹലോ ഹലോ. അമ്മച്ചി, എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അമ്മച്ചി, മുട്ടുവേദനയൊക്കെ എങ്ങനെ പോകുന്നു? മുട്ടുവേദന ഭയങ്കര വേദനയാണ്. രാവിലെ തന്നെ പാസ്റ്റർക്ക് വേറെ പണിയൊന്നുമില്ല, പ്രാർത്ഥന വയ്ക്കാൻ. നീ വിളിച്ചാ നന്നായി. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. എന്താ അമ്മച്ചി? നിനക്ക് മറ്റേ ശോശാമ അറിയത്തില്ലയോ? ഏത്? മറ്റേ വടക്കേത്തെ ശോശാമ. പെണ്ണുപിള്ള പറ. എടി, അവൾക്കൊരു മോളില്ലേ, മറ്റേ പൊക്കം പറഞ്ഞേ. കൊച്ച്. എടി, അവള് വേറൊരു ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടി പോയിടി. അയ്യോ, ആ കൊച്ചോ? അത് തന്നെ. അമ്മയ്ക്ക് ഗുണം വരുമോ പിന്നല്ലേ മോള്. അവളെ കണ്ടപ്പോഴേ എനിക്ക് എന്തോ കുഴപ്പം തോന്നിയതാ. വിത്ത് ഗുണം തൊത്ത് ഗുണം. അത് തന്നെ. ഞാൻ മോൾക്ക് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിട്ടൊന്നല്ലേ എന്നെ വിളിച്ചേ. ഞാൻ നിന്നെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വിളിക്കാതെ. ശരി അമ്മച്ചി, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാം. മക്കളൊക്കെ അമേരിക്കയിലല്ലയോ? ജർമ്മനിയിലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ കിരീടമണിക്ക് വേണ്ടിയുള്ള ഫണ്ടിന്റെ കാര്യം കൊടുത്താലേ അവിശ്വാസികൾക്കല്ല കണ്ണേടിയാവും. ഞാൻ പിന്നെ ആരാധന കഴിഞ്ഞിട്ട് തരാം. തന്നാ മതി കേട്ടോ. പൈസ മാത്രം മതിയല്ലോ. ഓക്കെ. അപ്പൊ എല്ലാവരും വന്ന് വിശ്വസിക്കുന്നു. ആരാധനയോട്ട് കിടക്കാം. ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാള് പ്രാർത്ഥിച്ച് തരാനുള്ളതാണ്. നല്ലൊരു വചന ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നിറവേറ്റം പഠിച്ചിരിക്കുന്നല്ലോ കർത്താവേ, അതിനായി ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന സ്തോത്രം യേശുക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. പാട്ടുപാടി നമുക്ക് ആരംഭിക്കാം. അപ്പൊ നമുക്ക് എണീച്ചിരുന്ന് വചനം വായിച്ചത് ആരാധിക്കാം. 23 സങ്കീർത്തനം നമുക്ക് വായിക്കാം. മൊബൈലിനകത്ത് ബൈബിൾ എടുത്ത് വെച്ച് വായിച്ചൂടെ? എന്റെ ബൈബിളിനകത്തൊക്കെ തന്നെ. ശരി. അപ്പൊ നമുക്ക് വായിക്കാം. പക്ഷെ ഇതല്ലേ നീ കഴിഞ്ഞ ആഴ്ച ഇട്ടേ?
എന്റെ ശബ്ദം അമ്മച്ചി, ഞാൻ കഴിഞ്ഞ ആഴ്ച നല്ലതായിട്ട് അമ്മച്ചിക്ക് പുതിയ ഫാഷൻ ഒന്നും അറിയാനായിട്ട് വന്നതായിരുന്നു. തെറ്റിപ്പോന്നു. എന്റെ പാനപാത്രം നിറഞ്ഞ വീഞ്ഞു. എവിടെയോ കണ്ട് പരിചയ പോലെ ഉണ്ടല്ലോ. ഇല്ല അമ്മച്ചി, അമ്മച്ചിക്ക് ഇപ്പോഴത്തെ എന്റെ പൊന്ന് fashion- സാധനം ആ അമ്മച്ചി ശല്യപ്പെടുത്താതെ ഇരുന്നോടെ. ആ നല്ല കാര്യം. ഈ പറയുന്ന പാവം പിടിച്ച അമ്മച്ചി എന്നെ ഇങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കുന്നേ. ഇപ്പൊ കുറ്റം എന്റെ തലക്കാണോ? അടുത്ത നമുക്ക് കിട്ടിയ വചനത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. നീ ഏതാടാ? നീ മറ്റേ സോമന്റെ മോനല്ലേ? നിനക്ക് ഇവിടെ എന്തോ കാര്യം? കണ്ടോ, അപ്പന്റെ മോനെ കണക്കാ, അതേ കുപ്പി കയ്യിലിരിക്കുന്ന. നീ ഇവിടെ എന്തോ കാണിക്കുക? നിക്ക് പാസ്റ്ററെ, തങ്കച്ചൻ പാസ്റ്ററെ, ഇവനെ ഇറക്കി വിട്ടിട്ട് ബാക്കി പ്രാർത്ഥിപ്പിച്ചാ മതി. എന്റെ മുന്നേറ്റത്തിൽ അവിടെ നിന്നോളൂ, കുഴപ്പമില്ല. എടാ നീ കുറച്ചുകൂടെ മാറി നിന്നാ മതി കേട്ടോ. അടുത്ത നമുക്ക് എവിടുന്നോ കയറുന്ന ഒരു ഗസ്റ്റ് പാസ്റ്റർ ഉണ്ട്. നമുക്ക് ഒരു 10 മിനിറ്റ് കൊടുക്കാം. നമുക്ക് പാസ്റ്റർ 5 മിനിറ്റ് എടുത്താൽ കേട്ടോ. സമയം നമ്മുടെ മുൻപിൽ വളരെ കുറവാണല്ലോ. നിങ്ങളൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓക്കെ, നമ്മൾ പെട്ടെന്നൊരു വാക്യം വായിക്കാൻ പോവുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. ഞാൻ തന്നെ വായിച്ചുള്ള കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്റെ പൊന്നു പാസ്റ്ററെ, ഈ കർത്താവ് ഇരുന്ന് 100 വട്ടം പറയും. ആര് ഈ കർത്താവ്? എന്റെ സഹോദരൻ അറിയത്തില്ലേ കർത്താവ് ആരാണ്? സഹോദരന്റെ പേരെന്താണ്? എന്റെ പേര് അവറാച്ചൻ. അവരുടെ സഹോദരൻ അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ശാന്തമായി നിന്ന് കേൾക്കുമോ? നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിന്റെ സകല മഹിമകളെയും വെടിഞ്ഞിട്ടാണ് ലോകത്തിലേക്ക് വന്ന് സകല മാനവകുലത്തിന്റെയും പാപത്തെ തന്റെ ചുമലിലേറ്റി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് സ്വർഗങ്ങളിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ കർത്താവ് എന്ന് പറയുന്നത്. ഈ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ സൗജന്യമായ രക്ഷയുടെ സന്തോഷം ഞങ്ങൾ ആരാധനയിലൂടെ അത് വെളിപ്പെടുത്തുന്നതിന്റെ ശബ്ദമാണ് താങ്കൾക്ക് അലോസരമായി തോന്നുന്നത്. എന്നാൽ ഒരു കാര്യം ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുക, മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അപ്പൊ ഈ മദ്യപാനി ആയ പോലെ ഇതേപോലെയുള്ള മദ്യപാനിയെ എങ്ങനെയാണ് സ്വർഗരാജ്യം സ്വന്തമാക്കുക? സഹോദര ശ്രദ്ധിക്കൂ, മദ്യപാനം എന്ന് പറയുന്നത് അല്പസമയത്തേക്കുള്ളതായ സന്തോഷം മാത്രമേ താങ്കൾക്ക് തരികയുള്ളൂ. മാത്രമല്ല തങ്ങളുടെ കയ്യിലുള്ളതായ സകല പണവും അതിനായി താൻ നഷ്ടപ്പെടുത്തേണ്ടതായി വരും. എന്നാൽ ഈ സന്തോഷം എന്ന് പറയുന്നത് നിത്യമായ സന്തോഷമാണ്. അതിലുപരി അത് സൗജന്യമായ സന്തോഷമാണ്. സഹോദരന് താല്പര്യമുണ്ടെങ്കിൽ ഈ സന്തോഷം സഹോദരനും അനുഭവിക്കാനായി കഴിയും. അതിനെ ഒരുക്കമാണോ? ഒരുക്കമാണ്. താങ്കൾക്ക് ഈ സന്തോഷം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശു എനിക്കും കൂടെയാണ് മരിച്ചതെന്ന് താൻ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. ഈ കർത്താവിന്റെ സന്നിധിയിൽ തന്നെ സമർപ്പിച്ച് ദൈവത്തിനായി ജീവിക്കുവാൻ നാം ഒരുക്കമാണോ? ഒരുക്കമാണ്. വായ് കൊണ്ട് ഏറ്റു പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം. അങ്ങനെയെങ്കിൽ എന്നോട് ചേർന്ന ഈ വാക്കുകളെ പറയുക. കർത്താവായ യേശുവേ, ഞാൻ ഇതുവരെ ഒരു പാപിയായിരുന്നു. എങ്കിലും നിന്റെ വചനം കേട്ടപ്പോൾ എനിക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വന്നു. ഇന്നു മുതൽ അങ്ങയുടെ മകനായി ജീവിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. വായ് കൊണ്ട് ഈ ജനസമൂഹത്തിന് മുൻപാകെ അത് ഏറ്റുപറയുന്നു. ഇന്ന് പകൽ എന്ന് പറയുന്നത് സ്വർഗം സന്തോഷിക്കുന്ന ഒരു പകൽ കാരണമാണ്. ഒരു പാപി രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് സകല ലോകത്തെക്കാളും വിലയേറിയ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. മുന്നോട്ട് കടന്നുവന്നാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്വപിതാവേ, ഈ ഹല്ലേലൂയ പൈതലിനെ അങ്ങ് ഹല്ലേലൂയ സ്വീകരിച്ചതിനാൽ കർത്താവേ, അങ്ങയുടെ മകനാക്കി തീർത്തതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ മകനെ അനുഗ്രഹിക്കണമേ, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണമേ, വിശുദ്ധിയിൽ ജീവിപ്പാൻ സഹായിക്കുമാറാകണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. നാം വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. നാം എന്താണ് വായിച്ചത്? കർത്താവിന്റെ വരവ്. കർത്താവിന്റെ വരവ് എന്ന് പറയുന്നത് നിസ്സാരമായി കാണരുത്. കഴിഞ്ഞ കാലങ്ങളിൽ ഹല്ലേലൂയ സംസാരിച്ചതുപോലെയോ കഴിഞ്ഞ നാളുകളിൽ കേട്ടതുപോലെയോ അല്ല. കർത്താവിന്റെ വരവെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സമീപസ്ഥമായിരിക്കുന്നത് കൊണ്ട് അതിനെ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ ഗൗരവമായ വിഷയത്തെ കണ്ടതിനായി വിശുദ്ധിയോടെ ജീവിപ്പാനൊക്കെ വേണം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു പ്രത്യാശയുടെ ഗാനം പാടി ദൈവത്തെ ബഹുതപ്പെടുത്താം. എഴുന്നേൽക്കാം. നമുക്ക് ഒരുമിച്ച് പാടാം.
അയ്യോ ഇത് നോക്ക്. അയ്യോ എന്നാ പറ്റി മക്കളെ? അയ്യോ നോക്കട്ടെ. അയ്യോ പാസ്റ്റർ ഇത് കണ്ടോ? അയ്യോ തന്റെ പ്ലെയിൻ ഒക്കെ ക്രാഷ് ആയിരുന്നു. താണ്ട 150 കുഞ്ഞുങ്ങളെ കാണുന്നില്ലെന്ന്. പാസ്റ്ററോടല്ലേ പച്ച മലയാളത്തിൽ പറഞ്ഞേ ഇപ്പൊ കുഞ്ഞുങ്ങളെ ഒന്നും കാണുന്നില്ലെന്ന്. പാസ്റ്റർ എനിക്ക് കർത്താവ് വന്നോ? ഞാനല്ലേ ഞാൻ ഈ മറ്റേ പാസ്റ്ററിനെ വിളിച്ചു നോക്കട്ടെ. ഇപ്പൊ കർത്താവ് വന്നു. എന്റെ കർത്താവ് വന്നാലും ഞാനല്ലേ ആദ്യം പോകണ്ടേ? അതൊക്കെ ശരിയാവും. അമ്മച്ചി പോയില്ലെങ്കിൽ ഞങ്ങളല്ലേ പോകണ്ടേ? നിങ്ങൾ രണ്ടുപേരും പോയില്ലെങ്കിൽ ഞാൻ പോകും. ഹലോ പാസ്റ്ററെ, പാസ്റ്റർ പോയില്ലേ? എവിടെ പോവാൻ? അല്ല ഇവിടെ കർത്താവ് വന്നെന്നൊക്കെ പറയുന്നു പാസ്റ്ററെ. കർത്താവ് വന്നോ? കർത്താവ് വന്ന് ഞാനല്ലേ ആദ്യം പോകണ്ടേ? അതാ ഞാനും പോകേണ്ടതാണല്ലോ. അതെന്നാ പരിപാടിയാ? പാസ്റ്റർ ഇവിടെ കുറച്ച് വിശ്വാസികളെയും ഗസ്റ്റ് പാസ്റ്ററിനെ ഒന്നും കാണുന്നില്ല ഇവിടെ വന്ന്. ഞാൻ ഇവിടെ ഒന്ന് നോക്കിയിട്ട് വരാമേ. ഒന്ന് നോക്കിയിട്ട് പറ. അയ്യോടാ ഇവിടെ ആരും ഇല്ലല്ലോ, ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ ഇതെന്ത് ഇപ്പം? കുറച്ചു മുമ്പ് എല്ലാരും ഉണ്ടായിരുന്നല്ലോ. ആണോ? അയ്യോ ഓ അങ്ങനെ വരാൻ സാധ്യതയില്ല. അതോ ഇനി കർത്താവ് വന്നോ? അത് അറിയത്തില്ലേ, കർത്താവ് വന്നോന്ന് അറിയത്തില്ല. നീ പാസ്റ്റർ ഒന്ന് ന്യൂസ് ഒക്കെ നോക്കിയേ. ഞാൻ നോക്കിട്ടോ. ഓ ശരിയാ, ന്യൂസിനകത്തൊക്കെ തകരാറ് ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ശരിക്കും കർത്താവ് വന്നോ? അയ്യോ അപ്പൊ എനിക്ക് തോന്നുന്നു ശരിക്കും കർത്താവ് വന്നെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ ചേട്ടത്തി കർത്താവ് വന്നു കേട്ടോ. ചേട്ടത്തി അയ്യോ കർത്താവ് വന്നോ? എന്തോ ചെയ്യും? അയ്യോ അയ്യോ കർത്താവ് വന്നല്ലോ. നമ്മൾ എന്താ ചെയ്യാൻ പറ്റും? നമ്മൾ മാത്രം പോയില്ലല്ലോ. അയ്യോ ഞാൻ ഇത്രയും നാള് ദൈവത്തെ സേവിച്ച് സ്ഥാനവും മാനവും പണവും എല്ലാം നേടി. എന്നാൽ കർത്താവ് വന്നപ്പോ എന്നെ കൊണ്ടുപോയില്ല. ഞാൻ ഇനി എന്തോ ചെയ്യും? ഈ സ്ഥാനവും മാനങ്ങളെല്ലാം വെച്ച് ഞാൻ ഈ ലോകത്തിന് എന്തോ ചെയ്യും? അയ്യോ കർത്താവേ. ആകയാൽ നാളും നാഴികയും അറിയായികയാൽ ദൈവവചനത്തിൽ നാം കാണുന്ന അബുദ്ധിയുള്ള കന്യകമാരെ പോലെ നാമും കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കാം. അതുപോലെ മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാർ പലരും മുമ്പന്മാരുമാകുമ്പോൾ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടി ആ നിത്യതയ്ക്കായി പ്രത്യാശയോടെ കാത്തിരിക്കാമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സ്കിറ്റിന് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കും. കർത്താവിന് മടങ്ങി വേണ്ടി ഒരുക്കുവാൻ